ഇത് ആക്ച്വലി എന്താ പറയുന്നത്, നമ്മളൊരു ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര ഇമ്പൾസീവ് ആയിട്ട് സഡൻ ആയിട്ട് നമുക്ക് തോന്നിയൊരു തോന്നലിൽ നമ്മൾ പുറപ്പെട്ടൊരു യാത്രയാണിത്. ഞങ്ങൾ റൂട്ട് പ്ലാൻ ചെയ്തിറങ്ങിയ ട്രിപ്പിൽ തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് കിട്ടി. വയനാട് റൂട്ടിലൊന്ന് കയറി മാത്രം. താമരശ്ശേരിക്ക് ഞാൻ ബ്ലോക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ കാരന്തൂർ എത്തിയുള്ളൂ. പണിയാറും കിട്ടി. അത് സംഭവിച്ചെന്ന് അറിയില്ല, വിന്റർ ബ്ലോക്ക് ആണെന്ന് അറിയില്ല. എന്തായാലും വണ്ടികളെല്ലാം ബ്ലോക്ക് ആയി കിടക്കും. ബ്ലോക്ക് നമ്മൾ ലാലേട്ടൻ പറഞ്ഞ പോലെ തലവേദന എൻജോയ് ചെയ്താൽ നമ്മൾ ബ്ലോക്ക് എൻജോയ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ജീവിതത്തിന്റെ. ക്ഷമയുണ്ടാന്ന് പഠിക്കുന്നു. ക്ഷമയുണ്ടോ നിനക്ക്? എനിക്ക് നല്ല ക്ഷമയുണ്ട്. കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂളായി കിടക്കുന്നത്. ഓ, ഇത് തുടങ്ങിയതേ ഉള്ളൂ ബ്ലോക്ക്. കുറച്ചു നേരം കഴിയുമ്പോൾ പറയാം. എടുക്കും കൽപ്പറ്റയ്ക്ക് പോണോ മുക്കം പോണോ എങ്ക പോണം? എങ്ങോട്ടാ പോണേ അതറിയില്ല. നമ്മളിപ്പോ കാണുന്നത് മുക്കത്തേക്ക് തിരിയാനും കൽപ്പറ്റയ്ക്ക് തിരിയാനും വഴിയുണ്ടായി. നമ്മൾ കൽപ്പറ്റയ്ക്ക് തിരിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ എവിടെ എത്തി? കൊടുവള്ളി എത്തി. ഇനി കൊടുവള്ളിന്ന് എങ്ങോട്ടാ? താമരശ്ശേരി. പക്ഷെ ഇന്ന് ഭയങ്കര ഒരു നല്ല ക്ലൈമറ്റാ, നല്ല സണ്ണി ക്ലൈമറ്റാ. മഴയില്ല. നല്ല മഴ കിട്ടിയാലേ രസം ഉണ്ടാവുമായിരുന്നു. നല്ല മഴയും നല്ല കോടയും വേണം, അപ്പം നല്ല റൈഡാവും. നല്ലൊരു എന്ത് പറയുന്നു, അയ്യോ നോക്കണ പോലും ഇല്ല. റോങ് സൈഡ് വന്നിട്ട് ഒരു നോട്ടം ഇല്ലാണ്ടാ പോണേ ആൾക്കാർ. മറ്റേ നമ്മൾ ചോദിച്ചാൽ ഇവിടെ വണ്ടി ഓടിക്കണേ വേറെ ലൈസൻസ് കണ്ടുപിടിക്കണം. ഭയങ്കര ഉത്തരവാദിത്തം അതൊക്കെ പറഞ്ഞല്ലോ. സൺബേൺ സൺബേൺ on the road to Calcutta. മണ്ണിൽ കടവ്. മോനെ സെയിം കണ്ണല്ലേ നേത്രണ്ടാ. അത് ഞാൻ കണ്ടില്ലടാ. മണ്ണിൽ നമ്മള് ഭയങ്കര ഒരുമിച്ചാണ്. മണ്ണിൽ കടവ് ആക്ച്വലി രാവിലെ വെളുപ്പിനായിട്ട് ട്രക്കിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും എല്ലാ മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം കൂടുമ്പോൾ ഒറ്റയ്ക്കല്ല 3 മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ട്രക്കിങ്ങിന് പോയി. ഇങ്ങനെ എന്താ പറയുക, ഈ തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ജിമ്മിൽ പോക്ക് ആരംഭിക്കും. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം. എന്തിനാ 6 മണിക്ക് കേൾക്കാൻ? നേരത്തെ കിടക്കാം. വൈനോട്ട്. ഞായറാഴ്ച നമ്മൾ നേരത്തെ കിടക്കുന്നു, തിങ്കളാഴ്ച നമ്മൾ നേരത്തെ ജിമ്മിന് പോകുന്നു. ജിമ്മിൽ പോയി നമ്മൾ നന്നായി ഫുഡായിട്ട് നോക്കുന്നു. ഭയങ്കര നന്നായിട്ടല്ലെങ്കിലും അത്യാവശ്യം ഒരു ഹെൽത്തി ആയിട്ടൊക്കെ നോക്കി പോയാൽ നല്ലതായിരിക്കും അല്ലേ? വാട്ട് യു സേ? തിങ്കളാഴ്ച തൊട്ട് മെയില് ഞാൻ ഫെബ്രുവരിയിൽ കല്യാണം കഴിഞ്ഞ് മാർച്ച് തൊട്ട് ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചാൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂണിലെങ്കിലും ജിമ്മിൽ പോകണം. ഒന്ന് ബോഡി സെറ്റാക്കണം. അങ്ങനെ ഫുഡ് എന്താ പോവാത്തത്? രാവിലെ 7 കഴിയുമ്പോഴത്തേക്ക് ഒരാള് വാ മടി കാണിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമുക്കും മടിയോ. മഴ തേടി പോവാം. നമ്മള് മഴ തേടി മറ്റേ വാഗമൺ പോയിട്ട് അടിപൊളി യാത്ര. കിട്ടിയത് ശരിയാ, വലിയ മഴ കിട്ടിയില്ല. ചാറ്റൽ പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് മഴ കിട്ടുമോ നോക്കാം. മഴ തേടിയുള്ള യാത്ര. അവിടെ അങ്ങ് ദൂരെ നല്ല മേഘമൊക്കെ കയറി നിൽപ്പുണ്ട്.
ഇന്നലെ വരെ അല്ല ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ചിറാപുഞ്ചി മഴ കിട്ടുന്ന സ്ഥലം കാശി ഹിൽസ്, മേഘാലയ. കാശി ഹിൽസ് known as the wettest place on earth. It has an average annual rainfall of approximately 11,871 mm. Again we spotted at the spot. ഇവിടെ നിന്ന് തൊട്ട് ചായ കുടിക്കാനുള്ള ചായക്കടകളെല്ലാം സ്പോട്ട് ചെയ്ത് പോയതിന്റെ കണ്ടെന്നായിരുന്നു. ഫസ്റ്റ് ചായ കുടിക്കാൻ ചായയില് മധുരമില്ല, പഞ്ചസാര തീരെയില്ല. ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാനും കോപ്പർ കിച്ചണിൽ വന്ന് ഞാനും ആൽബർട്ടേട്ടയും അമ്മുക്കുട്ടിയൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ എടക്കൽ കേസിൽ പോയിട്ട് തിരിച്ചു കൊണ്ട് കഴിക്കാം. ആക്ച്വലി നമ്മൾ ഫുഡ് കഴിച്ച സ്പോട്ടൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ച സ്പോട്ടുകൾ ഇങ്ങനെ നിർത്തിയ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ആ ഒരു സ്പോട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഡു യു ഫീൽ ലൈക്ക് ദാറ്റ്? ഫുഡ് കഴിച്ച സ്ഥലങ്ങളൊന്നും മറക്കാറില്ല. ഒരിക്കലും ഇല്ല, എക്സാക്ട്ലി. ചീത്ത ഫുഡാണെങ്കിൽ ചീത്ത മറക്കില്ല. പിന്നെ ഒരു ആവറേജ് ഫുഡ് ആണെങ്കിൽ പിന്നെ മറന്നതല്ല. എന്നാലും ചില സ്പോട്ടുകൾ നമ്മൾ ഓർത്തിരിക്കുമല്ലോ. അല്ല, ഫുഡ് ഒരു സ്പോട്ട് മറക്കാറില്ല. നല്ല ഫുഡാണെങ്കിൽ പിന്നെ പിന്നെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓർത്ത് വെക്കും. ചീത്ത ഫുഡാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കും, ജന്മം അവിടെ കയറരുതെന്ന് ഓർത്തിട്ട്. ഈ രണ്ട് സാധനവും ശരിയാട്ടോ. ഏറ്റവും നല്ലത് ഏറ്റവും ചീത്ത. ബട്ട് എക്സ്ട്രീംലി നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ചീത്തയായിട്ടുള്ള സാധനങ്ങളായിരിക്കും. അമ്മച്ചീനെ കൊല്ലം കൊണ്ടാണ് ഇവൻ എന്തുവാടാ പോയത്. പിന്നെ പേടിക്കാണ്ട് അങ്ങനത്തെ പോക്കാ ചെറുക്കം പോയത്. ഇത് മാംഗോസ്റ്റിൻ. നിർത്തി മേടിക്കാൻ ലിച്ചിയൊക്കെ പോലത്തെ സാധനം. ഈ വെള്ളത്തോടില്ലേ, അത് ഞാവൽപ്പഴം വേണോ? രണ്ടെണ്ണം തന്നാൽ ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്യാൻ രണ്ടെണ്ണം തന്നെ. എന്നിട്ട് പോരാന്ന് പറഞ്ഞിട്ട് സോപ്പ് കട. സോപ്പിന് കടയൊക്കെ ഉണ്ട് ഇപ്പൊ. അല്ല, സോപ്പിന് വേണ്ടി മാത്രം ഒരു കട, സോപ്പ് കട. അലക്ക് സോപ്പ്, കുളി സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാ നല്ലതായിരുന്നു ഉപ്പ് കുടിക്കുന്നു. ഓക്കെ മഴ തേടിയുള്ള യാത്ര. ചായ കുടിക്കാനുള്ള യാത്ര വയനാട് ചുരം കയറി തുടങ്ങുകയാണ്. ബ്ലോക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടറിയണം. ഓ, അതിലെ നേരെ തുഷാരഗിരി പോവാ. അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് തുഷാരഗിരി? ഞങ്ങൾ വയനാട് ചുരം കയറുകയാണ്. നല്ല മഴ കിട്ടി. ബ്ലോക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇതുവരെ വയനാട് ചുരത്തിൽ ബ്ലോക്ക് ഒന്നുമില്ല. ഓൾ ക്ലിയർ. സാധാരണ വീക്കെൻഡ്സിൽ നല്ലൊരു ബ്ലോക്ക് കിട്ടണതാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്രെയിൻ താഴെ പോയിട്ടുണ്ടായി. അതെടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ക്രെയിനുകൾക്കൊന്നും എടുക്കാൻ പറ്റാണ്ട് വേറെന്തോ സാങ്കേതിക ഉപയോഗിച്ച് വരെ ക്രെയിനൊക്കെ പൊട്ടി. അതുകൊണ്ട് ആ ടൈം മൊത്തം വയനാട് ചുരം ബ്ലോക്ക് ആക്കി കിടക്കുകയായിരുന്നു. പക്ഷെ അല്ലാണ്ട് കുറെ ആക്സിഡന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ ആഴ്ച ഇവിടെ. ചുരത്തിലെപ്പോഴും ആക്സിഡന്റ്സ് നോർമലാണ്. പക്ഷെ അത്ര നോർമലാണോ? നോർമലാണ് വയനാട് ചുരത്തില്. ചെറിയൊരു ആക്സിഡന്റ് പല കുറവുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ വയനാട് ജില്ലയിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഹാബിറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം തിരക്ക് കൂടുതലാണെങ്കിലും ഇവിടെ ഇങ്ങനെ കുത്തിക്കയറ്റി വന്നുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാക്കും. എല്ലാവർക്കും പോകാൻ എല്ലാവരും ചുരം ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നവരും ചുരം കയറാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ ഇടയിൽ
അവിടെ ചിലരിങ്ങനെ ഓവർടേക്ക് പക്ഷെ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് ആക്ച്വലി കൂടുതൽ ബ്ലോക്കും ഉണ്ടാവും. ഈ ഇടവഴി വരുന്നിടത്ത് ആക്സിഡൻസും കൂടുന്നത് അങ്ങനെയാണ് ആക്ച്വലി. മഴ കാണാൻ വന്നതാ, ഇവിടെ ബ്ലോക്ക് അവിടെ കിട്ടി. ഹാപ്പിയല്ലേ? വയനാട് ഭംഗി. ദൂരത്തടിക്കാൻ പോലും പക്ഷെ കാശില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ബ്ലോക്കിൽ കിടക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രിപ്പ് അതിങ്ങനെ കിടക്കും. നിറയെ കാശ് വേണം. എന്തിനാ വണ്ടി നിറയെ പെട്രോൾ അടിച്ച് ചുമ്മാ അങ്ങനെ കറങ്ങി കിടക്കും. ഇറങ്ങി നടന്ന് അങ്ങോട്ട് ഇറമാതിക്കണം, അങ്ങോട്ട് സൂക്ഷിക്കാം. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകാൻ പറ്റണം, ഫുഡ് കഴിക്കാൻ പറ്റണം. അതാണ് ലക്ഷറി, റൈറ്റ്? നോ ബഡ്ജറ്റ്. പണ്ടേ ഞങ്ങൾ ഇതുപോലെ വാഗമൺ പോയിട്ട് അരമണിക്കൂറും കൊണ്ട് വാഗമൺ പറഞ്ഞ് നമ്മളവിടെ എത്തി, തൊടുപുഴ എത്തി. എങ്ങനെ പറക്കുമായിരുന്നു, ചവിട്ടിയൊരു വരം. വാട്ടർഫോൾസ് കണ്ടു. ഇന്നത്തെ മഴയിൽ നമ്മൾ എന്ത് കണ്ടു? വാട്ടർഫോൾസ് കണ്ടു. ആനവണ്ടി കോട ഇറങ്ങി.
ലാസ്റ്റ് വയനാട് ചുരത്തിന്റെ മുകളിൽ എത്തിയിരിക്കുന്നു. അതെ 2 മണിക്കൂർ കിലോമീറ്ററിന് വേണ്ടിയിട്ട്. വയനാട് ചുരത്തിന്റെ മുകളിൽ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു. നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. വയനാട് താമരശ്ശേരി ചുരത്തിന്റെ മുകളിൽ എത്തിയിരിക്കുന്നു. എൻ്റെ മോനെ ഇവിടെ നല്ല തിരക്കാനും. അന്ന് ആക്ച്വലി ഇങ്ങനെ ആൾക്കാരെ നിർത്തി കാണാനൊന്നും അനുവദിക്കുന്നില്ലായിരുന്നല്ലോ. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ അന്ന് അത്ര. വെൽക്കം ടു ഇരിക്കുന്നു ഗൈസ്. ഇതങ്ങനെ ഒരു വലിയ ട്രിപ്പ് ഒന്നുമല്ല, ഒരു ഇമ്പൾസീവ് തോട്ടിലുണ്ടായ സഡൻ ആയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പാണ്. ഇതിനെ ട്രിപ്പ് എന്ന് വിളിക്കാൻ പോലും പറ്റുമോ എന്ന് അറിയാൻ പറ്റും. ഇവിടെ വയനാട് ഇങ്ങനെ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. കൊള്ളാലോ, ഹോട്ടൽസ് അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല രസം. മൈസ ഒരക്ഷരം മാറിയ കാര്യം മാറി. വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. സീരിയസ് ആയി വണ്ടി ഓടിക്കുന്ന ഒരു കുട്ടിയാണിത്. സ്റ്റിയറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഒന്നും വേണ്ട, ഇപ്പം ഹഗ് എടുക്കുന്നൊന്നും പോകണ്ട. ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. എത്ര മണിക്കൂർ വേണേലും ഇങ്ങനെ ഇരുത്തിയിരിക്കും. ഇടയ്ക്കൊന്ന് മരയ്ക്കുമ്പം ഒന്ന് ഏറ്റു നടക്കണം, ഒന്ന് കുണ്ടി നിർത്തിയാൽ സെറ്റ്. പിന്നെ അങ്ങനെ ഇരുന്നോളും. വേണേ അടുത്ത 5 മണിക്കൂറിലേക്ക്. ഇങ്ങനെയുണ്ടോ ആൾക്കാർ വണ്ടിക്കകത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് വണ്ടി ഓടിക്കുന്നത്? എനിക്കൊക്കെ ആണെങ്കിൽ വണ്ടി ഓടിച്ച് 1 മണിക്കൂർ കഷ്ടി, അതിന് പിന്നെ ഞാൻ ഉറങ്ങും. അതിന് മുന്നേ എൻ്റെ കണ്ണടഞ്ഞ് തൂങ്ങിപ്പോവും. എനിക്ക് ഇത്ര നേരം ഒന്നും ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇത്രയും നേരം റെസ്റ്റ്ലെസ് അല്ലേ. എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഞാൻ വർത്താനം പറഞ്ഞ് എനിക്ക് ഇരിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ തന്നെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഞാനിങ്ങനെ സങ്കടമൊക്കെ വരുമ്പോൾ മൈൻഡൊക്കെ റിലാക്സ് അയ്യടാ. ഞാനിപ്പോൾ ഇല്ലേലും നിനക്ക് വണ്ടി ഓടിക്കാൻ, തന്നെയാണെങ്കിലും നിനക്ക് വണ്ടി ഓടിക്കാൻ ഓക്കെ അല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എനിക്കൊരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് വേണം. അതെന്തെങ്കിലും എനിക്ക് ഒരു ബ്രേക്ക് വേണം. എന്നാലും എനിക്ക് അടുത്ത 1 മണിക്കൂർ കണ്ടിന്യൂസ് ഓടിക്കണം. അയ്യ, എന്തൊരു പഠിച്ച കോമഡി. ഓ ഗോഡ്, ഇതൊക്കെ സഹിക്കുന്ന എനിക്ക് അവാർഡ് തന്നെ. എൻ്റെ വയനാട് ചുരം എത്തിയപ്പോഴത്തേക്കും 2 പേർക്കും തുമ്മലായി, ചീറ്റലായി. തണുപ്പടിച്ച അലർജി വരുന്ന 2 എണ്ണം. ചില്ലുകൂട്ടി വെച്ച് ജീവിക്കേണ്ട ഞങ്ങള്. തണുപ്പും മഴയും കാണാൻ പോയൊക്കെ വന്നിട്ട്. ഒന്നുകൂടി പറഞ്ഞേ. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റും. അതെ. അയ്യോ വണ്ടി അയ്യോ അയ്യോ ചേട്ടാ കേൾക്കില്ലേ? അയ്യോ പ്രത്യേകിച്ച് തിരക്കില്ലല്ലോ പോയിട്ട്. നമുക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തിരക്കുടിച്ച് പോണവരൊക്കെ പോയിട്ട് നമുക്ക് പയ്യെ പോയാൽ മതി. ഒരു നിർത്തി ഭയങ്കര ബ്ലോക്ക് ആവും. എവിടെ ഞാനാണ് കയറ്റി വിട്ടില്ലെങ്കിൽ. ഓ, അത്രയ്ക്ക് ശല്യമായിരുന്നു അവനെ കൊണ്ട്. അല്ല, ക്രോസ് ചെയ്തൊന്നല്ലേ. ഓക്കെ, പൊക്കോടാ. മോട്ടോഴ്സ് നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് കോട്ടയം കോട്ടയം മൂവാറ്റുപുഴ. കൽപ്പറ്റ എടുത്തേ. കൽപ്പറ്റ എത്താറായി. ഇങ്ങോട്ടൊന്നും മഴയില്ല, പക്ഷെ അങ്ങോട്ട് നല്ല മഴയായിരുന്നു. ചുരം കയറി. ഗൈസ്, നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നേക്കുക. അടുത്ത ചായ, 2ാമത്തെ ചായ. ചുരം കയറുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചു. ചുരം കയറിയതിന് ശേഷമുള്ള ചായ ഇല്ല. ഒരു മസാല ടീ. ഓർഡർ കൊടുത്താൽ മതി. നിന്നോട് നോക്കിയിട്ട് കാര്യമില്ല. എവിടെയാ നീ? എവിടെയാ? ിട്ടുണ്ട്
ഹാപ്പിയാണോ? ചായ ഗൈസ്, നമ്മൾ യാത്ര ചെയ്ത് ഉടുപ്പി എത്തിയിരിക്കുന്നു. താങ്ക് യു. അങ്ങോട്ടോ ഇങ്ങോട്ടോ? ഓക്കെ. നമ്മളങ്ങനെ മേപ്പാടി എത്തി. മേപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഡല്ലൂർ, ഊട്ടി. ഇനി എങ്ങോട്ടാ യാത്ര? അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി. ഞങ്ങൾ തിരിച്ച് യാത്ര ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഗുഡ്. സിനിമയിലാണല്ലേ ഒരു എന്തൊക്കെ കാണണം. എനിക്കത് വേണമെന്നല്ലേ. നല്ല കറി, നല്ല പൊറോട്ട. ഒരു പൊറോട്ട. ഒരു പൊറോട്ട. എന്റെ കഴിച്ചോ? അങ്ങനെ വയനാടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബൈ ബൈ വയനാട്. താങ്ക് യു. സീ യു. അങ്ങനെ നമ്മൾ വയനാട് കണ്ട് വയനാട് പോയി. എവിടെ പോയി? ചുരം കയറി മേപ്പടി വരെ പോയില്ലേ? കൽപ്പറ്റ പോയി തിരിഞ്ഞ് അവിടുന്ന് മേപ്പാടി പോയി. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങിയപ്പോൾ ഇവിടെ ഞങ്ങൾ ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ഫുൾ ബ്ലോക്ക്. താഴെ തൊട്ട് ബ്ലോക്കാണ്. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. നമ്മൾ ബ്ലോക്ക് എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. നല്ല ബ്ലോക്കാണ് ഗൈസ്. ഇവിടെ തൊട്ട് ഇങ്ങനെ ബ്ലോക്ക് വളരെ നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ അടിവാരം വരെ ബ്ലോക്കാണ്. ഇതുണ്ട്, ഇവിടെ എല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. അവിടെ പക്ഷെ ഇപ്പൊ വണ്ടി പോകുന്നുണ്ട്. ഫുൾ ബ്ലോക്കാണ്. വണ്ടിക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. താമരശ്ശേരി ചുരം ബ്ലോക്ക്. ഒരു ലോങ് അല്ല, ബ്ലോക്ക്ഡ് വയനാട് ട്രിപ്പിന് ശേഷം we are back at our flat. ഇങ്ങടാ പറയരുത് എവിടെ പോയെന്ന് ചോദിച്ചറിയില്ല. വയനാട് ചുരം കയറി. പറ, എവിടെ പോയി? വയനാട് ചുരം കയറി. അവിടുന്ന് കൽപ്പറ്റയിൽ പോയി. കൽപ്പറ്റയിൽ നിന്ന് തിരിച്ച് മേപ്പാടി വന്നു. മേപ്പാടിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി. എന്നിട്ട് പിന്നെ തിരിച്ച് പോന്നു. ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ തിരിച്ച് നല്ല അടിപൊളി പൊറോട്ട ചിക്കൻ കറി കഴിച്ചു. അതെ, ഏതാ താസ കിച്ചണോ? താസ ഹോട്ടൽ അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ അവിടെ പ്രാവശ്യം കയറി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് നമുക്ക് ബിരിയാണി. ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ നല്ലതായിരിക്കും വിചാരിച്ചില്ല. എന്നാലും ചപ്പാത്തി പൊറോട്ടയും കഴിക്കാൻ കയറി. പക്ഷെ നല്ല അടിപൊളി ചൂട് പൊറോട്ട കിട്ടി. ചിക്കൻ കറിയും കിട്ടി. നാട്ടിലൊക്കെ നല്ല ചെറിയൊരു ഹോട്ടലിൽ കിട്ടുന്ന ചിക്കൻ കറി ഉണ്ട്. വന്ന വഴിക്ക് ഞാൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അതെ, പിന്നെ പോത്ത് പോലെ കിടന്നുറങ്ങൂല. അങ്ങനെ ഞങ്ങൾ ബാക്ക് എത്തി ഗൈസ്. See you on another vlog. Bye bye. Signing off. Anthony and Tata.